കഥാരൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്റെ കഥയുടെ പേര് കാനാവിലെ കല്യാണം. പുത്തനായി കിട്ടിയ ശിഷ്യരോടൊത്തിശോ എത്തികലിലായിലന്നൊരു നാൾ കാനായിലങ്ങോരു കല്യാണമുണ്ടെന്ന കാര്യമറിഞ്ഞത്രേ വന്നു നാഥൻ. അതെ, യേശു വന്നത് കാനായിലെ കല്യാണം കൂടുവാനാണ്. തഞ്ചയമ്മയും ഈ കല്യാണത്തിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. ഒന്ന് കാണണം, കുറെ നാളുകളായി പിരിഞ്ഞിരിക്കുകയല്ലേ. പിന്നെ ബന്ധുജനങ്ങളോട് ഒത്തൊരുമിച്ച് ആ കല്യാണ വേദിയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിച്ചാണ് യേശു ഗലീലയിലെത്തുന്നത്. നസ്രത്തിൽ നിന്നഞ്ചു നാഴിക ദൂരത്ത വിശ്രുതമാം കാനാദേശം നീങ്ങി കുന്നിൻ ചെരുവിൽ ദിനകരശ്മിക പൊന്നിൻ പൊടി പൂശം പുണ്യദേശം. കല്യാണം കറങ്ങിക്കൊണ്ടു ദീപശോഭയാലും ആ കല്യാണം നടക്കുന്ന ഗൃഹം അതീവ മനോഹരമായിരിക്കുന്നു. അന്നെങ്ങും അത്തരമൊരു കല്യാണം ആ നാട്ടിൽ നടന്നിട്ടുണ്ടാവില്ല. നൃത്തവും പാട്ടും മാനവരും ഒത്തൊരുമിച്ച് ആഹ്ലാദം പങ്കിടുന്ന സുന്ദര മുഹൂർത്തം. കല്യാണ വീടിൻ കവാടം കടന്നപ്പോൾ കന്യാമകൂടമാവമ്മ കണ്ടാൾ. ഒട്ടുനാളായി പിരിഞ്ഞ് വസിച്ച പുത്രനെ കാണുവാൻ ഓടിച്ചെന്നാൾ. അതാ നോക്കൂ, യേശു കല്യാണ വീടിന്റെ കവാടം കടന്നു വരുന്നു. ഏറെ നാളായി പിരിഞ്ഞു വച്ചിരുന്ന അമ്മയും യേശുവും കണ്ടുമുട്ടുന്നു. അമ്മയുമായി കുശലം പറഞ്ഞു, മറ്റുള്ളവരുമായി സംസാരിച്ചു. അങ്ങനെ മാത്രകൾ പോകുകയായി. മോടിയാഘോഷമാഘോഷം മുഴങ്ങുന്ന വീടിന്റെ ഉള്ളിൽ നിന്ന സമയം. അതെ, ആ സമയത്ത് എന്താണ് ആ വീട്ടിൽ നടന്നത്? കലവറക്കാരെ ഗൃഹനാഥനെ മാറ്റി നിർത്തി എന്തോ രഹസ്യം പറഞ്ഞു. കല്യാണത്തിന് കൊടുക്കുവാൻ വെച്ചിരുന്ന വീനുകൾ തീർന്നു പോയിരിക്കുന്നു. പെട്ടെന്ന് ഗൃഹനാഥന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ വിലപിച്ചുകൊണ്ട് മറിയത്തിന്റെ മുന്നിലൂടെ നടന്നുപോയി. ഇത് കണ്ട മറിയം കാര്യമെന്നാന്ന് നിലച്ചു. ഗൃഹനാഥന് സംഭവിച്ചിരിക്കുന്ന ഈ മാനഹാനി അവൾ തന്റെ ഓമൽ കുമാരന്റെ അടുക്കൽ സമർപ്പിച്ചു. അമ്മ തൻ വാക്കു കേട്ടോതിനാഥൻ സ്ത്രീയെ നമുക്കിതില എന്ത് കാര്യം, എനിക്കതിനുള്ള വിനാഴികകൾ വന്നില്ല എന്നു മറിഞ്ഞു കൊള്ളുക. എങ്കിലും ഒരല്പം പ്രതീക്ഷയോടെ മാതാവ് വേലക്കാരടുത്തേക്ക് ചെന്നു. അവരോടായി പറഞ്ഞു, എന്റെ മകൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളത് ചെയ്തു കൊടുക്കുക, നിങ്ങൾക്ക് നല്ലത് വരും. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം യേശു തന്റെ അമ്മയുടെ വാക്കുകൾ തിരസ്കരിക്കാനാവാതെ വേലക്കാരടുത്തേക്ക് ചെന്നു. അവരോടായി പറഞ്ഞു, നിങ്ങൾ ഈ നിരത്തി വെച്ചിരിക്കുന്ന ഭരണികൾ നിറയെ വെള്ളം നിറച്ചു കൊണ്ടുവരുവേ. അവർ വേഗം പോയി ഭരണികൾ നിറയെ വെള്ളം നിറച്ചു കൊണ്ടുവന്ന് വെച്ചു. സ്വാതേറും നീങ്ങതായേറും കണ്ടേറെ ഗ്രഹനാഥനും വിസ്മരിച്ചു. പന്തിക്കുള്ളിലിരുന്നൊരതിഥികൾ വിഞ്ഞ് കുടിച്ച് തിരികെ പോയി. അതെ, യേശു ആ വെള്ളം വീഞ്ഞാക്കി മാറ്റിയിരിക്കുന്നു. ഇത് കാണുന്ന ഗൃഹനാഥനും ശിഷ്യരും എല്ലാവരും വിസ്മയിച്ചു നിന്നുപോയി. പന്തിക്കുള്ളിരുന്ന അതിഥികളെല്ലാം ആ വീഞ്ഞ് വലുവരോളം ആസ്വദിച്ച് തിരികെ ഭവനങ്ങളിലേക്ക് പോയി. തന്നൂടെ മാനത്തെ കാത്ത കന്യ നന്ദനോടുള്ള നന്ദി മൂലം കണ്ണു നിറഞ്ഞു ഗൃഹേശ്വരന്റെ കണ്ണിൽ കല്യാണം ശുഭാന്തമായി. യേശുവിനോടുള്ള ആദരപൂർവ്വമായ നന്ദി മൂലം ആ ഗൃഹേശ്വരന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിയുകയായി. സ്നേഹസൂര്യനുദിച്ച മർത്യമനസ്സുകളുണരും ഒരു തിരിയെന്ന് കൊടുത്താൽ മർത്യമനസ്സുകളിൽ. നന്ദി. കലാസ്നേഹികളെ നമസ്കാരം. മിശിഹാതൻ ഉയർപ്പിന് സാക്ഷികളായി, പ്രഭാവത്തോടവർ സാക്ഷികളായി, പെന്തക്കോസ്തായിൽ ശക്തരായി വചനം പ്രഘോഷിച്ചു ശിഷ്യന്മാർ. അതെ, യേശുവിന്റെ ഉത്ഥാനാനുഭവത്തിന് സാക്ഷികളായി പരിശുദ്ധാത്മ കൃപാവരം നേടി ശിഷ്യന്മാർ വചനം പ്രഘോഷിച്ചു. അനേകർ മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ചു. അനുദിനം പല പ്രശ്നങ്ങളും വിലക്കുകളും ഉണ്ടായെങ്കിലും സഭ വളർന്നുകൊണ്ടിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവനെ സധൈര്യം നൽകിയ
ഗ്രാമത്തിലേക്ക് കടന്നു വന്ന ശൗൽ. അതെ, ആ മനുഷ്യന്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപ് കഥാപ്രസംഗ രൂപമായി അവതരിപ്പിക്കുന്നത്. മാനസാന്തരത്തിന്റെ മുന്തിരിവള്ളികൾ. ക്രിസ്തു വിശ്വാസികളെ എല്ലാം അവൻ മർദ്ദനമുറ കൊണ്ടു നേരിട്ടു. ക്രിസ്ത്യാനികളെ ഭവനങ്ങളിൽ നിന്ന് വലിച്ചിഴച്ച് തടവിലാക്കി. അതെ, ക്രൂരതയുടെ മൂർത്തിരൂപമായിരുന്നു ശൗൽ. യഹൂദ പ്രമാണിത്വത്തിന്റെ കരാളഹസ്തങ്ങൾ കൊണ്ട് ക്രൈസ്തവരെ അവൻ വരച്ചു മുറുക്കി. പക്ഷെ ഇതിനിടയിലും സുവിശേഷ ദൗത്യം ഒളിമങ്ങാതെ നിർബാധമങ്ങ് തുടർന്നു പോയി. ഭയലേശമേശിടാതെ സ്ലീഹന്മാരവർ ആത്മകൃപയാൽ പ്രോജ്വലിച്ചു. വളരെ ആസൂത്രിതമായ പീഡനം കൊണ്ട് ക്രൈസ്തവരെ തകർക്കാനാവൂ എന്ന് മനസ്സിലാക്കിയ ശൗൽ പ്രധാന പുരോഹിതനെ സമീപിച്ചു പറഞ്ഞു, ക്രിസ്തു വിശ്വാസികളെ എല്ലാം നശിപ്പിച്ചിടാൻ ദമസ്കോസിലെ സിനഗോഗിലേക്ക് അധികാരപത്രം ഇങ്ങേകിടൂ. അതാ അവൻ ശൗൽ അഹംഭാവത്തോടെ ദമസ്കോസിനെ ലക്ഷ്യമാക്കി കുതിരയെ പായിക്കുന്നു. ആശ്വാസവിധമേറിയവൻ ദമസ്കോസിലേക്ക് അങ്ങ് യാത്രയായി. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ കുതിരപ്പുറത്ത് ശൗൽ വളരെ വേഗത്തിൽ പോകുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. തൽക്ഷണം നിലം പതിച്ച് ശൗൽ മണ്ണിൽ പൂണ്ടു കിടന്നു. പെട്ടെന്നൊരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതായി അവൻ കേട്ടു, ശൗലേ ശൗലേ, എന്തിനു നീ എന്നെ പീഡിപ്പിച്ചിടുന്നത് ക്രൂരമായി? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാകുന്നു? ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉത്തരം മാറ്റൊല്ലിക്കൊണ്ടു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. എഴുന്നേൽക്ക, നഗരത്തിലേക്ക് പോവുക. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിനക്ക് ബോധ്യമാക്കി തരാം. തൽക്ഷണം അത്ഭുതപരതന്ത്രനായ ശൗൽ മണ്ണിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണു തുറന്നിട്ടും അവനൊന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല. ആരോ അവനെ ദമസ്കോസിൽ എത്തിച്ചു. അനന്യ എന്ന പേരുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനോട് അരുൾ ചെയ്തു, എഴുന്നേൽക്കു, നീ ഋജുവീതിയിൽ ചെല്ലുക. തർസോസുകാരനാം ശൗലിന് സൗഖ്യം നൽകി നൽവഴി കാട്ടുവാൻ നിന്നെ അയച്ചിടുന്നു ഞാൻ. അനന്യാസ് പറഞ്ഞു, കർത്താവേ, അവനൊരു പീഡകനാണ്. അവിടുത്തെ വിശുദ്ധർക്കെതിരായി ഒരുപാട് പീഡകൾ ചെയ്തു. നീ പോവുക. എനിക്ക് വേണ്ടി പീഡകൾ ഏൽക്കുവാൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നവനാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവനാണ് അവൻ. അനന്യാസ് ശൗൽ താമസിക്കുന്ന ഭവനത്തിൽ ചെന്ന് അവന് സൗഖ്യം നൽകി. കാഴ്ച ലഭിച്ചപ്പോൾ ശൗൽ അത്ഭുതപരതന്ത്രനായി എഴുന്നേറ്റു. ക്രിസ്തു ശിഷ്യനായി സ്നാനമേറ്റു. തൽക്ഷണം ദിനപന്ത്രനായി പോയി. പെട്ടെന്ന് ഇത് ഈ ശൗലിന്റെ ജീവിതം തന്നെ വഴിമാറിയിരിക്കുന്നു. ഇതുപോലെ മാനസാന്തരപ്പെട്ട് നാം ഓരോരുത്തരും നന്മയിലേക്ക് പോവുക. ശൗലിന്റെ ജീവിതത്തെ പോലെ ക്രിസ്തുവിന്റെ സാക്ഷികളായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ, ക്രിസ്തുവിന്റെ ഭക്താക്കളാകുവാൻ നമുക്ക് സാധിക്കട്ടെ. കഥ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, വന്ദനം. ആമുഖമില്ലാതെ ആരംഭിക്കട്ടെ സമാവർത്തനം. അത് അങ്ങോട്ട് നോക്കൂ, എന്താണ് അവിടെ ഒരു ആൾക്കൂട്ടം? അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പോ? എത്ര ശാന്തമായ അന്തരീക്ഷത്തിലോ? അതിന് സാധ്യതയൊന്നുമില്ല. അല്ലെന്നേ, അവിടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നതല്ല. പണ്ട്, വളരെ പണ്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പൊക്കെ ആണെങ്കിൽ എന്നതാ ഒരു ബഹളം. നാടുനീളെ ബാനർ കെട്ടി വോട്ട് പിടിക്കാനായി തുറന്ന ജീപ്പിൽ മൈക്കും വെച്ചൊരു പ്രസംഗവും കയ്യടിയും. തന്നീടുക തന്നീടുക വോട്ടുകൾ ഓരോന്നായി, അനുഗ്രഹിക്കൂ വിജയിപ്പിക്കൂ നാടൻ നായകരെന്നെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നടന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പെന്തക്കോസ്ത് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ പ്രസംഗം കേട്ട ആയിരക്കണക്കിന് ആളുകൾ
എന്നാൽ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരുന്നു. അവസാനം അവർ പത്രോസിനോട് പരാതിപ്പെട്ടു. പ്രശ്നത്തിൻ പരിഹാരം കാണുവാനായി പത്രോസിനോടവർ കാര്യമോടി. കാര്യത്തിൻ ഗൗരവം നോക്കിയിട്ട പത്രോസ് മുൻപോട്ട് വന്നു നിന്നു. പത്രോസ് ശാന്തമായി പറഞ്ഞു, ഞങ്ങളുടെ ദിവ്യനാഥൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യ ദൗത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഭക്ഷണമേശയിൽ വ്യാഹരിക്കുന്നത് ശരിയല്ല. അതിനാൽ എന്നെ എന്റെ സംഘത്തിൽ സഹായിക്കുന്നതിനായി ആത്മാവും ഞാൻ നിറഞ്ഞ 7 പേരെ തെരഞ്ഞെടുക്കും. ഇത് കേട്ട് ജനത്തിന്റെ മനസ്സിൽ സന്തോഷത്തിനുമുള്ള ഒരു മഴ. അവർക്ക് ചിന്തിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഉച്ചസ്വരത്തിൽ ഒരുമയോടെ സ്തേഫാനോസ്, എത്രയ്ക്ക് ജനസമിതി കിട്ടാൻ ഇവൻ ആര്? അതാ ജനത്തെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്! തിളങ്ങുന്ന കണ്ണുകൾ, ദേവദാരുവിന്റെ തടിയാൽ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരം. ഉച്ചസ്വരത്തിൽ തെരഞ്ഞെടുത്ത ആളുകൾ സ്തേഫാനോസിനെ ഒരു വെള്ളി നക്ഷത്രം വാരിയുദിച്ചതുപോൽ അറിവും കഴിവും നിറയും കൃപയും ഇനി നമ്മെ കാക്കാൻ എന്നുമുണ്ട്. സ്തേഫാനോസ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ കിടാങ്ങൾക്ക്. സ്തേഫാനോസിന് സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങളില്ല, സഹായമേറ്റുവാങ്ങാൻ കരകളില്ല, കുരുടൻ കാഴ്ച, ബധിരൻ കേൾവി, തളർവാദി സൗഖ്യം എന്ന് വേണ്ട എന്തിനും ഏതിനും സ്തേഫാനോസ്. അതാ ആ കാണുന്നതാണ് വിജ്ഞാനികളും നടിക്കുന്ന പണ്ഡിതരുടെയും അതിബുദ്ധിശാലികളെന്ന് സ്വയം ഭാവിക്കുന്ന യഹൂദ മതസ്ഥരുടെയും കേളീരംഗമായ സുരഭോഗം എന്നറിയപ്പെടുന്ന സ്ഥലം. എന്റെ ആ ബുദ്ധിജീവികൾക്ക് ഒരു ജാള്യത! അയ്യടാ, അത് മറക്കാൻ അവർ നന്നായി പണിപ്പെടുന്നതുമുണ്ട്. എന്താണ് കാര്യം? അവിടെ നമ്മുടെ കഥാനായകൻ സ്തേഫാനോസ് അവരുമായി തർക്കിക്കുന്നു. ജ്ഞാനികളെല്ലാം ജാള്യതയോടെ സ്തേഫാനോസിനെ നോക്കി, കേൾക്കുക നിങ്ങൾ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ചരിത്രം. ഉത്തരമില്ല ചോദ്യം കേട്ടിട്ടുത്കണ്ഠാകുലരായി. സ്തേഫാനോസിൻ ചോദ്യം കേട്ട് വിജ്ഞാനികളും ഞെട്ടി. ജാള്യത മനസ്സ് വെച്ചുകൊണ്ട് തങ്ങളെ തോൽപ്പിച്ചവരെന്ന് കൊച്ചക്കണ്ഠൻ നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് അവർ ചോദിച്ചു, താങ്കൾ പുകഴ്ത്തി പറയുന്ന ക്രിസ്തു എന്ന് പറയുന്ന മഹാമാതകനുണ്ടല്ലോ, അയാൾ പലർക്കും രോഗശാന്തി നേടിക്കൊടുത്തെന്നോ മരിച്ചവരെ ഉയർപ്പിച്ചെന്നോ കത്താനി വാദോരാണെന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ടെന്തേ ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ രക്ഷകനെ പിടിക്കാൻ വന്നപ്പോൾ നിങ്ങളുടെ രക്ഷകൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല? എന്താ ആയുധങ്ങളും അവനവന്റെ കൂട്ടാളികളും കൊണ്ടുവന്നത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവരെ ചെവി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ കാരണല്ലേ? എന്താ അവന്റെ പേര്? പത്രോസ് മൂർച്ചില്ലേ? കേട്ട് രക്ഷപ്പെട്ടോ? രക്ഷകൻ പോൽ രക്ഷകൻ. അതാ ആ യഹൂദ പ്രമാണികളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, രക്തഭയമില്ലേ? അവർ മറ്റെന്തിനോ ഉള്ള പുറപ്പാടാണെന്ന് സ്തേഫാനോസിന് മനസ്സിലായി. തോൽവി മൂലം അവരുടെ മുഖത്തെ ഭാവം എന്താണ്? കോപമോ വൈരാഗ്യമോ അതോ ജാള്യതയോ? ദുഷ്ടത നിറഞ്ഞ മനസ്സും ക്രൂരമാം ചിന്തകളുമായി പോയി മറഞ്ഞ യൂദന്മാർ ക്രിസ്തു ശിഷ്യനെ നശിപ്പിക്കാം. അവസാനം അവർ അത് തന്നെ തീരുമാനിച്ചു. ഇവന്റെ ഗുരുവിനെ എങ്ങനെ കുറിക്കുകയോ അതുപോലെ തന്നെ ഇവനെയും. അതേ സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ഇന്നത്തെയും പന്നത്തെയും എല്ലാ കാലത്തെയും ശാപം. മനുഷ്യനോടത്തോളം കാലം നിലനിൽക്കുന്ന ആ ശാപം, പണം. അവർ പണം കൊടുത്ത് സാക്ഷികളെ പക്ഷത്താക്കി സ്തേഫാനോസിനെതിരായി നിർത്തി. പൊന്നും പണവും നൽകി സാക്ഷികളെയും നിരത്തി സ്തേഫാനോസിനെ വധിക്കാൻ കള്ളത്തരങ്ങളോ മോദി. അതാ നമ്മുടെ സ്തേഫാനോസ് ചെന്നായികളുടെയും ചെമ്പരിയാടുകളെ പോലെ ആ ദുഷ്ടന്മാരുടെ നടുവിൽ ആരും വിറച്ചു പോകുന്ന രംഗം. എന്നിട്ടും ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, എന്തൊരു ശാന്തത! ശാന്തത കളിയാടുന്ന ആ മുഖത്തിൽ നിന്ന് വരുന്ന ഉജ്ജ്വലകിരണങ്ങൾ നേരിടാൻ കഴിയാതെ ന്യായാധിപൻ അത് തല താഴ്ത്തിയിരിക്കുന്നു. വിസ്താരം കേൾക്കും മുമ്പേ വിധിവാചകം പ്രഖ്യാപിക്കപ്പെട്ടു. അതാ ഒന്നാം സാക്ഷി എഴുന്നേൽക്കുന്നു. ഭയത്താലായാൽ നന്നായി വിറയ്ക്കുന്നുണ്ട്. എന്നാൽ പ്രമാണം വരുത്തി കാട്ടി മനസ്സു കേട്ടതും വിറങ്ങൊടിച്ചു നിന്ന അയാൾ ഉച്ചശ്വാസത്തിൽ പറഞ്ഞു, ഇയാൾ വിശുദ്ധ സ്ഥലത്തിനെതിരായി നമ്മുടെ നിയമത്തിനെതിരായി സംസാരിക്കുന്നത് ഞാൻ സാക്ഷിയാണ്. അതാ രണ്ടാം സാക്ഷി എഴുന്നേൽക്കുന്നു. അയാൾ നന്നായി വിറയ്ക്കുന്നുണ്ട്. അയാൾ വിക്കി പറഞ്ഞു, നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചെന്നും മോശം നമുക്ക് നൽകിയ ആചാരങ്ങൾ തെറ്റാണെന്നും ഇവൻ പ്രസ്താവിക്കുന്നത് ഞാൻ സാക്ഷിയാണ്. കള്ളത്തരങ്ങൾ നിരത്തിയെന്ന സ്തേഫാനോസെ കള്ളനാക്കി ന്യായാധിപൻ തന്റെ വിധിവാചകം ചൊല്ലുവാനായി
ഇനി പ്രതിക്ക് ബോധിപ്പിക്കാനുള്ളത് ബോധിപ്പിക്കാം. അതാ നമ്മുടെ സ്തേഫാനോസ് എന്താണ് പറയാൻ പോകുന്നത്? തന്റെ വാക്ചാതുര്യത്താൽ അനേകം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ച സ്തേഫാനോസ് അബ്രഹാം മുതൽ മോശ വരെയുള്ള പിതാക്കന്മാരുടെ ചരിത്രം അവരുടെ മുന്നിൽ നിരത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഈജിപ്താവുന്ന കാലഘട്ടത്തിൽ നിന്ന് മോചിപ്പിച്ച മോശയ്ക്കെതിരായി നിങ്ങൾ തിരിഞ്ഞില്ലേ? പിറുപിറുത്തില്ലേ? ബിംബാരാധനയുടെ പുറകെ പോയില്ലേ? ഹോശേയ, ശമൂവേൽ, യോവേൽ തുടങ്ങിയ പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചില്ലേ? ഇവരുടെ തന്നെ പിൻഗാമികൾ തന്നെയാണ് നിങ്ങൾ. എന്നിട്ടും ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വധിച്ചില്ലേ? ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. തീർച്ച തെറ്റു ചെയ്യാത്തയാ കുഞ്ഞാടിനെ കുറ്റക്കാരനാക്കി നിങ്ങൾ ദൈവത്തിന് മുൻപിൽ പാപത്തിന്റെ മാപ്പു ചോദിക്കാൻ ഒരുങ്ങു വേഗം. ഇത് കേട്ടിട്ടും അവർ ക്രോധം കൊണ്ട് വിറച്ചു. സ്തേഫാനോസിനെ ആ നിമിഷം തന്നെ വധിക്കുവാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ന്യായാധിപന്റെ സ്വരം അവരെ അതിൽ നിന്ന് വിലക്കി. ന്യായാധിപൻ വിധി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സാക്ഷിവിസ്താരവും ഇയാളുടെ വാക്കുകളും കാര്യങ്ങളിൽ നിന്നസ്ഥിതി നമുക്ക് ബോധ്യമാക്കിയിരിക്കുന്നു. അതിനാൽ പൊതു താല്പര്യം കണക്കിലെടുത്ത് ഇയാളെ പട്ടണത്തെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവാൻ നാം വിധിച്ചിരിക്കുന്നു. കരുണാമയനാം കർത്താവേ, കനിവു കാട്ടണമേ, അശരണനാകും അടിയാരോട് അലിവു തോന്നണേ, അഭയം നൽകണേ. അതാ സ്തേഫാനോസ് ക്രോധത്തോടെ വലിച്ചിഴയ്ക്കുന്നു. തൊലിയെല്ലാം പൊട്ടി രക്തമൊലിക്കുന്നു. മുഖമാകെ രക്തമയം. എങ്കിലും തന്റെ നാട്ടിന് വേണ്ടിയാണല്ലോ ഇതെല്ലാം സഹിക്കുന്ന ഭാവമുഖത്ത് വസ്ത്രങ്ങളെല്ലാം കീറിപ്പോയിരിക്കുന്നു. ഒരു തെരുവ് നാടിനെ പോലെ നാല് ഭാഗത്തു നിന്നും തുരുതുരാ കല്ലുകൾ. ആരും വിറച്ചു പോകുന്ന രംഗം. അതാ നമ്മുടെ സ്തേഫാനോസ് അവിടെ തടഞ്ഞു വീണ് പോയിരിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന്. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ അദ്ദേഹത്തിന്റെ അനുയായി മരണത്തിന് മുൻപ് ശത്രുക്കളെ വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കും ശത്രുക്കളെ സ്നേഹിക്കാം, സ്നേഹം മുഖമുദ്രയാക്കാം. നിർത്തുന്നു. കലാസ്നേഹികളെ, നമസ്കാരം. സാക്ഷികളായി ശിഷ്യന്മാരെല്ലാരും അതെ, ഈശോയുടെ ഉദ്ധാനാനുഭവത്തിന് ശേഷം സാക്ഷികളായ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നേടി ശിഷ്യന്മാർ വചനം പ്രഘോഷിച്ചു. അനേകം മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ചു. അനുദിനം വിലകൾക്കും ക്ലേശങ്ങൾക്കും സഭ വളർന്നുകൊണ്ടിരുന്നു. കലാസ്നേഹികളെ, നിങ്ങൾക്ക് എന്റെ സ്നേഹവനം. കവിയും കലാകാരനും ദീർഘദർശിയുമായ സോളമൻ രാജാവിന്റെ നീതിനിഷ്ഠയെക്കുറിച്ചുള്ള കഥകൾ വളരെ വിഖ്യാതങ്ങളാണ്. അത്തരത്തിലൊരു കഥയാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതാണ് നീതിമാനായ സോളമൻ. പഴയ നിയമത്തിലുള്ളതായും ഈ കഥ കേട്ടോളി നിങ്ങളെല്ലാം. നിങ്ങൾക്കും ഈ കഥ ജീവിതത്തിൽ നല്ലൊരു പാഠമായി തീർന്നിടട്ടെ. അതാ ആ കാണുന്നതാണ് സോളമൻ രാജാവിന്റെ കൊട്ടാരം. ദാരുശില്പികളാൽ അലങ്കൃതമായ മനോഹരമായ കൊട്ടാരം. സോളമൻ രാജാവ് തന്റെ കൊട്ടാരമുറ്റത്ത് മന്ദം മന്ദം ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം പൊട്ടി വിടർന്നതേയുള്ളൂ. പെട്ടെന്ന് കെട്ടായി രണ്ടു സ്ത്രീകൾ ഷണ്ട കൂടുന്നതിൽ അർത്ഥനാദം. കാര്യമെന്തെന്നറിയുവാനായി രാജാവ് കാതോർത്ത് നിന്ന നേരം. പെട്ടെന്ന് കെട്ടായി രണ്ടു സ്ത്രീകൾ ഷണ്ട കൂടുന്നതിൽ അർത്ഥനാദം. കാര്യമെന്തെന്നറിയുവാനായി രാജാവ് കാതോർത്ത് നിന്ന നേരം. സോളമൻ രാജാവ്, ആരുടെ ഈ ഷണ്ട കൂടുന്നത്? ഒരു പടയാളി വിന്യാഘാതനായി പറഞ്ഞത്, പൊന്നു തിരുമേനി, അങ്ങയുടെ കൊട്ടാരമുറ്റത്ത് നിന്ന് രണ്ട് സ്ത്രീകൾ ഷണ്ട കൂടുകയാണ്. എങ്കിൽ അവരെ ഉടൻ തന്നെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കും രാജാവ് കൽപ്പിച്ചു. വേഗമാകട്ടെ. അങ്ങനെ സ്ത്രീകൾ കൊട്ടാരമുറ്റത്തെത്തി. ഒരു പിഞ്ചു കുഞ്ഞിനെ കയ്യിലേന്തി ഓടിപ്പിടഞ്ഞങ്ങു വന്നൊരുത്തി. ഒരു പിഞ്ചു കുഞ്ഞിൻ ജടവുമായി മന്ദം മന്ദം പിന്നാലെ വന്നെത്തി മറ്റൊരുത്തി. രാജാവ് ആകാംക്ഷാഭക്തനായി സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഷണ്ട കൂടുന്നത്? ഒരു സ്ത്രീ പറഞ്ഞു, അന്നദാതാവായ പൊന്നു തിരുമേനി, ഇവളുടെ കയ്യിലിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞ് എന്റേതാണ്. അല്ല അല്ല അല്ല, ഇവൾ കള്ളം പറയുകയാണ്. ഈ പിഞ്ചു കുഞ്ഞ് എന്റേതാണെന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞു.
രാത്രി ഉറക്കത്തിൽ ഇവൾ തന്റെ കുഞ്ഞിന്റെ മേൽ കിടക്കാനിടയായി. എന്തു ചെയ്യും? ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇവളുടെ കുഞ്ഞു മരണമടഞ്ഞു. ഇവളെന്റെ മാറത്ത് കിടന്ന കുഞ്ഞിനെ എടുത്ത് ഇവളുടെ മാറത്ത് കിടത്തുകയും ജീവനുള്ള കുഞ്ഞിനെ എടുത്ത് ഇവിടെ അരികിൽ കിടത്തുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയപ്പോൾ മറ്റവൾ കോപിച്ചു ചാടി വീണു. ഈറ്റപ്പുലിയുടെ മാതിരിയിൽ തിക്കണ്ണുമായി അവൾ ചാടി വീണു. ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയപ്പോൾ മറ്റവൾ കോപിച്ചു ചാടി വീണു. ഈറ്റപ്പുലിയുടെ മാതിരിയിൽ തിക്കണ്ണുമായി അവൾ ചാടി വീണു. അങ്ങനെയല്ല മഹാരാജാവേ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഈ പിഞ്ചു കുഞ്ഞ് എന്റേതാണ്. അങ്ങനെ അവരുടെ തർക്കം പൊടികൊണ്ടു. രാജാവ് ഇതെല്ലാം ശാന്തനായി കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആരവിടെ? ഒരു വാൾ കൊണ്ടുവരി. വെട്ടിത്തിളങ്ങുന്ന ഒരു വാളുമായി ഒരു ഭടൻ പാഞ്ഞു വന്നു. നീതി നടപ്പിലാക്കുന്നതിനെ കാണുവാനായി കാണികൾ കൊട്ടാരത്തിൽ നിറഞ്ഞു നിന്നു. ഈ കുഞ്ഞിനെ വിഭാഗിച്ചു ഒരു പങ്ക് ഇവൾക്കും ഒരു പങ്ക് മറ്റവൾക്കും നൽകാം എന്നതായിരുന്നു രാജാവിന്റെ കൽപ്പന. വേഗമാകട്ടെ. രാജാവിൻ കൽപ്പന കേട്ട നേരം കൊട്ടാരം പോലും വിറച്ചുപോയി. കേട്ടവർ ഞെട്ടിത്തരിച്ചുപോയി. കണ്ണീരിട്ടു കടന്നുപോയി. അരുതേ അരുതേ മഹാരാജാവേ, ഈ പിഞ്ചു കുഞ്ഞിനെ കൊല്ലരുതേ. ഈ പിഞ്ചു കുഞ്ഞിനെ അങ്ങ് ആർക്കു വേണമെങ്കിലും കൊടുത്തുകൊള്ളൂ. വേണ്ട വേണ്ട, രാജാവ് പറഞ്ഞതാണ് നീതി. ഈ കുഞ്ഞിനെ വിഭാഗിച്ചു ഒരു പങ്ക് നിനക്കും ഒരു പങ്ക് എനിക്കും. അതാണ് നീതി. അങ്ങനെ രാജാവ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. നാം കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഇവളാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ. കുഞ്ഞിനെ കൊല്ലുവാൻ പറഞ്ഞ ഇവൾ കടുത്ത വഞ്ചകയും കപട നാട്ടക്കാരിയുമാണ്. അങ്ങനെ ഈ രാജാവ് തന്റെ യഥാർത്ഥ അമ്മയ്ക്ക് കുഞ്ഞിനെ നൽകുകയും മറ്റവൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകുകയും ചെയ്തു. സോളമൻ രാജാവിൻ നീതികൾക്ക് മാലക കോരി തരിച്ചുപോയി. നീതിമാൻ എന്നുള്ള പേരു നൽകാ രാജനെ എല്ലാവരും ആദരിച്ചു. സോളമൻ രാജാവിൻ നീതികൾക്ക് മാലക കോരി തരിച്ചുപോയി. നീതിമാൻ എന്നുള്ള പേരു നൽകാ രാജനെ എല്ലാവരും ആദരിച്ചു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ നീതിമാനായ സോളമൻ രാജാവ് എന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ആദരനായ വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ പ്രിയ കൂട്ടുകാരെ, ക്രിസ്തീയ നാമത്തിൽ വന്ദനം. പണ്ട് ദൈവം പടകിൽ നിന്ന് ശിഷ്യന്മാരോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംശയം ചോദിച്ചു, ഗുരു, എന്റെ യഥാർത്ഥ സ്നേഹിതൻ ആരാണ്? അതിന് ദൈവം ഒരു ഉപമയിൽ കൂടിയാണ് മറുപടി പറഞ്ഞത്. അതാണ് ഞാൻ ഇവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് നരശംബ്രിയക്കാരൻ. അതെ, എന്റെ കഥയുടെ പേരാണ് നരശംബ്രിയക്കാരൻ. യെരൂശലേമിൽ നിന്നും യെരിക്കോവിലെത്താനായി പണ്ടൊരുത്തൻ പുറപ്പെട്ട കഥ പറയാം. അതാ നോക്കൂ, അവിടെയാണ് യെരൂശലേമിൽ നിന്ന് യെരിക്കോവിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. കണ്ടില്ലേ? ആ കണ്ടിട്ട് ഒരു യഹൂദനാണെന്ന് തോന്നുന്നു. കെട്ടുകയും പാണ്ടനീളം കഴുതവൻ പുറത്തേറ്റി പാവമായി പാതി ദൂരം നടന്നു നീങ്ങി. പാവമായി പാതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം വിജനമായ സ്ഥലത്ത് കൂടിയാണ് നടന്നു പോകുന്നത്. പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. പാദവത്തിൽ പമ്മി നിന്ന കൊള്ള സംഘം പിടികൂടി കയ്യിലുള്ള മുതലെല്ലാം കവർന്നെടുത്തു. അപ്രതീക്ഷിതമായിരുന്നു ആ കള്ളന്മാരുടെ ആക്രമണം. അടിച്ചും പിടിച്ചുമായ അർത്ഥപ്രാണനാക്കി ആ വഴിവത്തിൽ ഇട്ടേച്ചു പോയി. ആരുമില്ല സഹായിപ്പാൻ ആ വഴിവത്തിൽ കിടന്നു ഞാൻ. ഒരിറ്റു വെള്ളത്തിനായി ദാഹിച്ചയാൾ അദ്ദേഹം ഒരിറ്റു വെള്ളത്തിലേക്ക് കെഞ്ചുകയാണ്. ഒരിറ്റു വെള്ളം തന്നെ എന്നെ സഹായിക്കുന്നു. അപ്പോഴാണ് അതുവഴി ഒരു പുരോഹിതൻ കടന്നു വന്നത്. വെള്ളമുടിയും വെള്ളത്താടി വെള്ളവസ്ത്രവും മറിഞ്ഞ അദ്ദേഹത്തെ കണ്ട് എഴുതി നിലവിളിച്ചു, ഒരിറ്റു വെള്ളം തന്നെ എന്നെ സഹായിക്കുന്നു. എന്നാൽ പുരോഹിതനാകട്ടെ കണ്ട പാവം നടിക്കാതെ, കേട്ട പാവം നടിക്കാതെ തിടുക്കത്തിൽ അയാളങ്ങ് നടന്നു നീങ്ങി. പിന്നീട് ഒരു ലേവ്യക്കാരനെ കണ്ടുപിടിക്കുന്നത് നിലവിളിച്ചു. ലേവ്യക്കാരൻ പുരോഹിതനെ പോലെ തന്നെയായിരുന്നു. കണ്ട പാവം നടിക്കാതെ, കേട്ട പാവം നടിക്കാതെ തിടുക്കത്തിൽ അയാളങ്ങ് നടന്നു നീങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അതുവഴി വരുന്നത് ഒരു ശംബ്രിക്കാരനെ കണ്ടുപിടിക്കുന്നത് നിലവിളിച്ചു. തന്റെ നിലവിളിക്ക് പ്രയോജനമില്ലെന്നാണ് അദ്ദേഹം കരുതിയത്. കാരണം ശംബ്രിക്കാരെ യഹൂദരും തമ്മിൽ പണ്ട് ശത്രുക്കളായിരുന്നു. എന്നാൽ
കഴുതപ്പുറത്ത് നിന്നിറങ്ങി തന്റെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി അടുത്തുള്ള വഴി അമ്പലത്തിൽ കൊണ്ടേൽപ്പിച്ചു. ഇനി പറയൂ, ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹിതൻ? സംശയമില്ല, ക്ഷമരിക്കാരൻ തന്നെ. നമ്മെ ഒരു ആപത്തിൽ സഹായിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ. നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല സ്നേഹിതരുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ കഥാപ്രസംഗം വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ക്രിസ്തു. എന്റെ സ്നേഹമുണ്ട്. അതാ നോക്കൂ, ഇസ്രയേൽ രാജകൊട്ടാരത്തിൽ ആരോ നിൽപ്പുണ്ടല്ലോ. ദാവീദ് രാജാവാണ്. കൂടെ ആരോ ഉണ്ട്. ആ അതെ, ദാവീദ് രാജാവിന്റെ ഭാര്യ ബത്ശേബ തന്നെ. കൂടെ വേറെ ആരോ നിൽപ്പുണ്ടല്ലോ. ആ ശലോമോനായിരുന്നു. നമുക്ക് ആ സംഭവത്തിൽ എന്നാൽ ദാവീദ് വൃദ്ധനായപ്പോൾ ദാവീദിന്റെ ആജ്ഞപ്രകാരം ശലോമോനെ രാജാവാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദാവീദും ശലോമോനും കൂടെ ഗീഹോനിലേക്ക് ദാവീദിനെ കൊണ്ടുപോയി. ദാവീദ് ശലോമോനെ കൊണ്ടുപോയി. ശലോമോനെ ഗീഹോനിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേലിലെ ഒരു പുണ്യ സ്ഥലമായിരുന്നു ഗീഹോൻ. അവിടെ വെച്ച് രാജാവാക്കാനായിരുന്നു തീരുമാനം. ഇസ്രായേലിലെ മറ്റൊരു പുണ്യസ്ഥലമായ ഗിബെയോനിൽ ഒരിക്കൽ ശലോമോൻ യാഗം കഴിക്കാൻ പോയി. അപ്പോൾ രാത്രിയിൽ യഹോവ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ള എന്നാണ് ദൈവം അരുളി ചെയ്തത്. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞിട്ട് ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്നായിരുന്നു ശലോമോന്റെ ആഗ്രഹം. ദീർഘായുസ സമ്പത്ത് ശത്രുക്കളുടെ മേലുള്ള ഗുണമോ ദോഷമോ ആവശ്യപ്പെടാതെ ഭരണം നടത്താനുള്ള ജ്ഞാനം മാത്രം മതിയെന്നാണ് ശലോമോൻ ആവശ്യപ്പെട്ടത്. ശലോമോന്റെ ജ്ഞാനവും നീതിബോധവും കേട്ട് രണ്ട് സ്ത്രീകൾ കൊട്ടാരത്തിൽ വന്നു. രണ്ട് സ്ത്രീകൾ സമീപ രാജ്യങ്ങളിൽ നിന്നും പ്രസിദ്ധമായിരിക്കെ രണ്ട് സ്ത്രീകൾ അദ്ദേഹത്തെ സമീപിച്ചു. ഇരുവരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒന്നാമത്തെ സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. മൂന്നാം ദിവസം രണ്ടാമത്തെ സ്ത്രീക്ക് കുഞ്ഞ് ജനിച്ചു. രണ്ടാമത്തെ സ്ത്രീയുടെ അശ്രദ്ധ മൂലം രണ്ടാമത്തെ സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചു. മരിച്ച കുഞ്ഞിനെ ആദ്യത്തെ സ്ത്രീയുടെ കട്ടിലേക്ക് എടുത്തിട്ട് ജീവനുള്ള കുഞ്ഞിനെ തൻ്റെ സ്വന്തം കട്ടിലേക്ക് എടുത്തു. രാവിലെ ഒന്നാമത്തെ സ്ത്രീ കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. മരിച്ച കുഞ്ഞ് തൻ്റേതല്ലെന്ന് തനിക്ക് മനസ്സിലായി. എന്നാൽ ജീവനുള്ള കുഞ്ഞിൻ്റെ മാറ്റത്തെപ്പറ്റി ഇരുവരും തർക്കമായി. ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നവരാണ് അവർ രാജാവിനെ സമീപിച്ചത്. ശലോമോൻ ഇരുവരുടെയും അവകാശവാദങ്ങൾ കേട്ട് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി വെപ്പിക്കും പാതി മറ്റേക്കും കൊടുക്കുകയും എന്ന് രാജാവ് ആജ്ഞ നൽകി. കുഞ്ഞിൻ്റെ അമ്മ വേദനയോടെ, അയ്യോ രാജാവേ, എൻ്റെ കുഞ്ഞിനെ മുറിക്കരുതേ, ജീവനുള്ള കുഞ്ഞിനെ മുറിക്കരുതേ, അതിന് അവൾക്ക് തന്നെ കൊടുത്തേക്കൂ. അപ്പോൾ രാജാവിന് മനസ്സിലായി ശരിക്കുമുള്ള അമ്മ കുഞ്ഞിൻ്റെ അമ്മ ആരാണ്. കൊല്ലരുതേ, അതിനെ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് അപ്പോൾ രാജാവ് മനസ്സിലാക്കി കുഞ്ഞിൻ്റെ അമ്മ ഈ സ്ത്രീയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെ നേരത്തെ രാജാവ് മനസ്സിലാക്കിയത് കുഞ്ഞിനെ അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചു. എന്നിട്ട് രണ്ടാമത്തെ സ്ത്രീക്ക് തക്കതായ ശിക്ഷ. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും ശാശ്വതമായ സത്യത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കഥ പഠിപ്പിക്കാൻ സത്യത്തിൻ്റെ മക്കളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ ദീർഘദർശിയുമായ സോളമൻ രാജാവിന്റെ നീതിനിഷ്ഠയെക്കുറിച്ചുള്ള ധാരാളം കഥകൾ അത്തരത്തിലൊരു കഥയാണ് ഞാൻ ഇന്നിവിടെ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നത്. അതാണ് നീതിമാനായ സോളമൻ. പഴയ നിയമത്തിലുള്ളതാകും ഈ കഥ കേട്ടോളിൻ നിങ്ങളെല്ലാം.
ദീനാർത്ഥനാദം കാര്യമെന്തെന്നറിയുന്നതിനാൽ രാജാവ് കാതോർത്തു തെല്ലുന്നേരം പെട്ടെന്നു കേട്ടായി രണ്ട് സ്ത്രീകൾ ശണ്ട കൂടുന്ന ദീനാർത്ഥനാദം കാര്യമെന്തെന്നറിയുന്നതിനാൽ രാജാവ് കാതോർത്തു തെല്ലുന്നേരം സോളമൻ രാജാവ് ആകാംക്ഷയോടെ തന്റെ സേവകരോട് ചോദിച്ചു, എന്താണ് അവിടെ ഒരു ബഹളം? ആരാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? പൊന്നു തിരുമേനി, കൊട്ടാരവാതിൽക്കൽ നിന്ന് രണ്ട് സ്ത്രീകൾ ശബ്ദം കുടിക്കുകയാണ്. ഒരു ഭടൻ പറഞ്ഞു. ഓഹോ, എങ്കിൽ അവരെ വേഗം നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക. തിരുമേനി കൽപ്പിച്ചു. സ്ത്രീകൾ കൊട്ടാരവാതിലേക്ക് കടന്നു. ഒരു വിഞ്ചു കുഞ്ഞിനെ കയ്യിലേന്തി ഓടിപ്പിടഞ്ഞു വന്നൊരു തീ, ഒരു കുഞ്ഞിൻ ചെടവും മന്ദം മന്ദം പിന്നാലെ വന്നെത്തി മറ്റൊരു തീ, ഒരു കുഞ്ഞിൻ ചെടവുമായി മന്ദം മന്ദം പിന്നാലെ വന്നെത്തി മറ്റൊരു തീ. സ്ത്രീകളുടെ വരവ് കണ്ട കൊട്ടാരവാസികൾ കൗതുകത്തോടെ ചുറ്റും കൂടി. സോളമൻ രാജാവ് ഗൗരവത്തോടെ രണ്ട് സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? അന്നദാതമായ കുഞ്ഞു തിരുമേനി, ഇവളുടെ കയ്യിലിരിക്കുന്ന ഈ ജീവനുള്ള കുഞ്ഞ് എന്റേതാണ്. കുഞ്ഞിന്റെ ജഡം പേർന്ന സ്ത്രീ പറഞ്ഞു. ഓ കള്ളം, പച്ചക്കള്ളം, ഇവളുടെ വാക്ക് വിശ്വസിക്കരുത് തിരുമേനി. മറ്റേ സ്ത്രീ പറഞ്ഞു. കുഞ്ഞിനെ മാറത്തടക്കിയിട്ട് കരയാൻ തുടങ്ങിയ പെൺകൊടിയാ, സംഭവമെന്തെന്ന് അറിഞ്ഞിടാതെ ആളുകളെല്ലാം പകച്ചു നിന്നു. ആ സമയം കുഞ്ഞിന്റെ ജഡം പേർന്ന സ്ത്രീ പറഞ്ഞു, പൊന്നു തിരുമേനി, ഞങ്ങൾ രണ്ടുപേരും ഒരു ഭവനത്തിലാണ് താമസിക്കുന്നത്. ഞാൻ പ്രസവിച്ച് 3 നാൾ കഴിഞ്ഞപ്പോൾ ഇവളും ഒരു കുഞ്ഞിന് ജന്മം നൽകി. എന്നിട്ടെന്തുണ്ടായി? രാജാവ് ആകാംക്ഷയോട് ചോദിച്ചു. രാത്രിയിൽ ഉറങ്ങുന്നതിനിടയിൽ ഇവളുടെ കുഞ്ഞിന്റെ മേൽ കിടക്കാനിടയുണ്ടായി. എന്ത് ചെയ്യാം? ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവളുടെ കുഞ്ഞ് മരിച്ചു. ആ സ്ത്രീ പറഞ്ഞു. ചൊല്ലുവിൻ ചൊല്ലുവിൻ പെൺകിടാവേ, ഒട്ടും മാടിക്കാതെ ചൊല്ലിടുവിൻ, സംഭവത്തിന്റെ പൊരുളറിയാൻ സോളമൻ വീണ്ടും തീരക്കുകൂട്ടി. ചൊല്ലുവിൻ ചൊല്ലുവിൻ പെൺകിടാവേ, ഒട്ടും മാടിക്കാതെ ചൊല്ലിടുവിൻ, സംഭവത്തിന്റെ പൊരുളറിയാൻ രാജാവ് വീണ്ടും തീരക്കുകൂട്ടി. രാജാവിന്റെ നിർബന്ധപ്രകാരം ആ സ്ത്രീ വീണ്ടും പറയാൻ തുടങ്ങി. നേരം പാതിരാത്രിയായപ്പോൾ ഇവൾ ഉണർന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇവൾ എഴുന്നേറ്റ് ഇവളുടെ മരിച്ച കുഞ്ഞിനെ എന്റെ മാർവടത്തിലും എന്റെ ജീവനുള്ള കുഞ്ഞിനെ ഇവളുടെ അരികിലും കിടത്തി. നേരം പ്രഭാതമായപ്പോൾ ഞാൻ ഉണർന്നു. നോക്കിയപ്പോഴാണ് കണ്ടത് കുഞ്ഞ് മരിച്ചു കിടക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുഞ്ഞ് എന്റേതല്ല, ഇവളുടേതാണെന്ന് മനസ്സിലായത്. ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയപ്പോൾ മറ്റവൾ കോപിച്ചു ചാടി വീണു. ഈറ്റപ്പുലിയുടെ മാതിരിയിൽ തീക്കണ്ണുമായവൾ ചാടി വീണു. ഇത്രയും കാര്യങ്ങൾ ചൊല്ലിയപ്പോൾ മറ്റവൾ കോപിച്ചു ചാടി വീണു. ഈറ്റപ്പുലിയുടെ മാതിരിയിൽ തീക്കണ്ണുമായവൾ ചാടി വീണു. അങ്ങനെയല്ല തിരുമേനി, ഇവൾ പറയുന്നത് കള്ളമാണ്. നീയാണ് കള്ളം പറയുന്നത്. അല്ല, നീയാണ് കള്ളം പറയുന്നത്. അങ്ങനെ അവരുടെ ബഹളം വിവരിച്ചു. സോളമൻ രാജാവ് എല്ലാം നിശബ്ദതയോടെ എന്നിട്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആരവിടെ ഒരു വാൾ വേഗം കൊണ്ടുവരും. വെട്ടിത്തിളങ്ങുന്ന വാളുമായി സേനാനായകൻ കടന്നു. സോളമൻ രാജാവ് രണ്ട് സ്ത്രീകളുടെ മുഖത്തേക്ക് മാറി മാറി എന്നിട്ട് കൊട്ടാരവാസികളോടായി പറഞ്ഞു, ഈ കിടക്കുന്ന ജീവനുള്ള കുഞ്ഞിന് അവകാശികളായ 2 അമ്മമാർ ഇരുവരും കുഞ്ഞിനെ പ്രസവിച്ചതായി പറയുന്നു. ആ നിലയ്ക്ക് കുഞ്ഞിനെ 2ആയി വെട്ടിമുറിച്ച് ഓരോ പങ്കി ഇരുവർക്കും നൽകാം. രാജാവിൻ കൽപ്പന കേട്ട നേരം കൊട്ടാരം പോലും വീറച്ചു പോയി. കേട്ടവർ ഞെട്ടിത്തരിച്ചു പോയി. കണ്ണിലിരിട്ടു കടന്നുപോയി. രാജാവിൻ കൽപ്പന കേട്ട നേരം കൊട്ടാരം പോലും വീറച്ചു പോയി. കേട്ടവർ ഞെട്ടിത്തരിച്ചു പോയി. കണ്ണിലിരിട്ടു കടന്നുപോയി. രാജാവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ സേനാനായകൻ വാൾ കയ്യിലെടുത്തു. കുഞ്ഞിനെ പൊക്കിയെടുത്ത് ഒരു പീഠത്തിൽ കിടത്തു. ആ സമയം രാജാവിന്റെ കാൽക്കൽ വീണ ഒരു സ്ത്രീ കരയാൻ തുടങ്ങി.
സമയം നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിനെ കൊല്ലരുതെന്ന് അപേക്ഷിച്ച ഇവളാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥം. ഈ കുഞ്ഞിനെ വെട്ടി രണ്ടാക്കാൻ പോകുന്ന ഇവൾ കടുത്ത വഞ്ചകയാണ്. കുഞ്ഞിനെ യഥാർത്ഥമയ്ക്ക് നൽകുകയും മറ്റേ സ്ത്രീക്ക് അർഹതപ്പെട്ട ശിക്ഷ നൽകുകയും